അന്യോന്യ ആർമീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ആർമി ഗേൾ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു സീരീസ് ആയിരുന്നു ഇത്. സോ അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതൊരു ബ്രേക്ക് കൂടിയാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹോണ്ടിങ് നൂറ് കണ്ട് കഴിഞ്ഞ് ആ പീക്കി നിൽക്കുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റോറി ആയിട്ടുള്ള അൺഫോൾഡ് ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഇടയ്ക്കുള്ള റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറി എന്ന് കരുതിയാൽ മതി. പിന്നെ ഈ സ്റ്റോറിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പിന്നെന്താ, നേരെ സ്റ്റോറി കാണുമല്ലേ. റബ്ബാവേ റബ്ബാവേ ഓ റബ്ബാവേ. അനു, അമ്മച്ചി പള്ളിയിൽ നിന്ന് വന്നോടാ. ഇല്ലേച്ചി വന്നിട്ടില്ല, സമയാവുന്നല്ലേ ഉള്ളൂ. എന്നാ നീ ഇത് കഴിക്കേ, നിനക്ക് കോളേജിൽ പോണ്ടല്ലേ. വേഗം റെഡി ആവും, അല്ലെങ്കിൽ ബസ് പോവില്ലേ. ചേച്ചി എന്താടാ അത്? ഈ ആഴ്ചയാണ് സെമസ്റ്റർ ഫീസിന്റെ ഫൈനൽ ഡേറ്റ്. ചേച്ചിയുടെ കയ്യിൽ ഉണ്ടാവോ? അത് ഒരാഴ്ച കഴിഞ്ഞടച്ചാൽ മതി എന്നല്ലേ മാനേജ്മെന്റ് പറഞ്ഞിരുന്നേ? അതെ, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം എക്സാംസ് നേരത്തെ അല്ലേ, അപ്പോ ഫീസും നേരത്തെ കെട്ടണം എന്ന് പറഞ്ഞു. നമ്മളിപ്പോ എന്താ ചെയ്യാ ചേച്ചി? വഴി ഉണ്ടാക്കാം, നീ ടെൻഷൻ അടിക്കണ്ട. പഠിക്കാൻ നോക്ക് എക്സാമിന്. ചേച്ചി പൈസ സെറ്റ് ചെയ്യാം. ഈ 35,000 രൂപ ചേച്ചി എങ്ങനെ ഇത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യും? ലില്ലി ചേച്ചിനോട് കുരിയുടെ കാര്യം സംസാരിക്കാം. നീ കഴിക്കുക, എന്നിട്ട് പോവാൻ നോക്ക്. എന്താ ഇവിടെ ഒരു ചർച്ച? ആ, എത്ര നേരമായ അമ്മച്ചി പോയിട്ട്? അതൊന്നുമില്ല, ഇവളുടെ കോളേജിൽ എന്തൊക്കെയോ കാര്യം പറഞ്ഞതാ. മരുന്ന് കഴിക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് പോകും. ചേച്ചി എനിക്ക് മതിയിട്ടോ, ഞാൻ വേഗം ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ബസ് മിസ്സാവും. സെന്റ് ജോസഫ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ എണീച്ചാ. എന്നാ ഞാൻ ഇറങ്ങാട്ടെ അമ്മച്ചി, മരുന്നെടുത്ത് കഴിക്കണേ. അല്ലു നിന്നെ. എന്താ അമ്മച്ചി, ബസ് പോട്ടോ? മോളെ, നീ എങ്ങനെയായി 35,000 രൂപ ഒപ്പിക്കാൻ പോകുന്നേ? നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നേ? എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. അമ്മച്ചി വിഷമിക്കല്ലേ, ഞാൻ നോക്കട്ടെ. ലിലി ചേച്ചിയോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളി നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അതാകുമ്പോ നമുക്ക് എങ്ങനെയും നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ഞാനിപ്പോ പോട്ടെ, അല്ലെങ്കിൽ ബസ് മിസ്സാവും. ഇന്നും കൂടി ലേറ്റ് ആയാൽ ശരിയാവില്ല. ജെയിംസേ, നിന്റെ മോനോട് പറഞ്ഞേക്ക്, 10-33 വയസ്സായി, എന്നിട്ടും അവൻ അവിടെ തന്നെ കിടക്കുവാണോ? ഇങ്ങോട്ട് വരാൻ പറ. ഇത്ര സമ്പാദിച്ചൊക്കെ പോരെ? അവന്റെ 8 തലമുറക്ക് കിടക്കാനുള്ള സമ്പാദ്യമുണ്ട് ഈ കുടുംബത്തെ, എന്നിട്ട് അവനവിടെ പോയി കിടക്കുന്നേ. അമ്മച്ചി ഇങ്ങനെ ചൂടാവല്ലേ. ഞാൻ അവരോട് സംസാരിച്ചു, അവനിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന പ്രായമില്ലല്ലോ ഇത്. അവൻ വരും അവനിക്ക് തോന്നുമ്പോ. നിനക്കും ഇത് അഭിപ്രായം തന്നെയാണോ തെരേസ? ഞാൻ എന്നാ പറയാൻ അമ്മച്ചി, പറയാനല്ലേ പറ്റുള്ളൂ. കുഞ്ഞിക്കുട്ടിൽ ചായം പറഞ്ഞതുപോലെ തോന്നുമ്പോ പിന്നെ വരട്ടെ, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളൊക്കെ കൂടി അവന് വളം വെച്ചു കൊടുക്കുന്നത്. ഇങ്ങോട്ട് വരട്ടെ അവൻ. അതിനെങ്ങനെയാ വരില്ലല്ലോ. അവനെ കാരണം അലനും കൂടി. ഓഹ്, എനിക്ക് വയ്യ. എടാ ജെയിംസേ, നീ എനിക്കൊന്ന് അലനെ വിളിച്ചു തന്നെ. അവിടെ ഇപ്പൊ രാത്രിയായിരിക്കും അമ്മച്ചി, നമുക്ക് പിന്നെ വിളിക്കാം. ഞാൻ ഇറങ്ങട്ടെ എന്നാ. തെരേസ പോണു. അവൻ പോയി. അച്ഛന് കണക്കാ, മോനും കണക്കാ. തെരേസ, നീ അലൽഗുനെ വിളിച്ചേ. അവനെ ഉള്ളു ശരണം, അവൻ ഉറങ്ങത്തൊന്നുമില്ല. നീ വിളിക്ക്. എടുക്കോന്നറിയില്ല, നോക്കട്ടെ. ഹലോ തെരേസാന്റി, എന്താ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്തേ ഈ സമയത്ത് വിളിക്കുന്നേ? ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടെ അമ്മച്ചിക്ക് നിന്നോട് എന്തോ പറയണമെന്ന്. ഞാൻ കൊടുക്കട്ടെ? അമ്മച്ചിക്കോ? ആ കൊടുക്ക്. ആ, ഹലോ അലങ്കുന്നെ, അമ്മച്ചാടാ. ആ മനസ്സിലായ അമ്മച്ചി, പറ. എന്താ എന്നോട് പറയാനുള്ളേ?
കുഞ്ഞെ, അടുത്ത മാസം ഇവിടെ പള്ളിപ്പെരുന്നാൾ വരുന്നത്. നീയും ഡാനിയും കൂടി വന്നേ പറ്റൂ, മനസ്സിലായല്ലോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അമ്മച്ചി, ഞാൻ വേണമെങ്കിൽ വരാം, പക്ഷെ അവന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതെന്താ പറ്റാത്തത്? നിങ്ങൾ വന്നേ പറ്റുള്ളൂ. അവരോട് പറഞ്ഞേക്ക് ഇനി അവനിങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്നോട് ഇനി മിണ്ടാൻ നിൽക്കണ്ടാന്ന്. ഞാൻ പറഞ്ഞു നോക്കാം. വരുമെന്ന് എനിക്കുള്ള പ്രതീക്ഷ ഒന്നുമില്ല കേട്ടോ. പ്രതീക്ഷ ഒന്നുമല്ല, അവൻ വന്നേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ പ്രാവശ്യം വരുമ്പോ രണ്ടെണ്ണത്തിന് ഞാൻ കെട്ടിച്ച് അങ്ങോട്ട് വിടാൻ പോവാ. വാട്ട്? എന്റെ പൊന്നമ്മച്ചി, ഇതും കൂടി അവൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും അങ്ങോട്ട് വരില്ല. നമുക്ക് കെട്ടിക്കുന്ന കാര്യമൊക്കെ നിർത്താം. ആദ്യം നമുക്ക് അവൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ നോക്കട്ടെ, സംസാരിക്കട്ടെ ആദ്യം. കുഞ്ഞു ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. അമ്മച്ചി വെക്കുവാ. ഇവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാ പോരെ? ഇനി ഈ കാലം പോയി അവരോട് പറഞ്ഞാൽ അവരെന്നെ പപ്പും കൂടെയും പറിക്കും. എന്റെ കർത്താവേ, എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു വിധിയൊക്കെ തരണേ. കാത്തോളേ. എനിക്കറിയാൻ മേല, അവരെ രണ്ടുപേരും കണക്ക് തന്നെയാ. പിന്നെന്താ, നീ അവളുടെ ഫീസ് അടച്ചായിരുന്നോ? അവളുടെ ഫീസിന്റെ കാര്യം ഞാൻ കുറി പിടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അത് മാസം അടക്കണം. പിന്നെ അമ്മച്ചിയുടെ പ്രൈസും കൂടിയിരിക്കുക മരുന്നിന്റെ, അതും ഒപ്പിക്കണം. ഇവിടുന്ന് പിന്നെ ട്യൂഷനിൽ നിന്നും കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല. നോക്കട്ടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെപ്പോൾ ഇത്രയും പാവപ്പെട്ട ആൾക്കാരാ എപ്പോഴും പാവപ്പെട്ട് തന്നെ ആയിട്ടിരിക്കും. അവർക്ക് എന്താ ഹാപ്പി ആയിരിക്കുമല്ലോ ഈ പൈസ ഉള്ള ആൾക്കാർ. ഇനി എപ്പോഴാണോ നമുക്ക് അതുപോലത്തെ യോഗം ഉണ്ടാവുന്നത്? നിന്നോട് ആരാ പറഞ്ഞേ പൈസ ഉള്ളത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്? ഒരിക്കലില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരിക്കലും പൈസ കൂടിയതും നല്ലതല്ല, പൈസ അത്രയും കുറയുന്നതും നല്ലതല്ല. ഇതൊക്കെ ഒരു ബാലൻസ് ആയിട്ട് നിൽക്കണം, എന്നല്ലേ ലൈഫ് ആവുള്ളൂ. നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ വേറൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, ഭയങ്കര വലുതായി, കോട്ടയത്ത് തന്നെ. അവിടെ ഇത് നടക്കുന്നുണ്ട്, റിക്രൂട്ട്മെന്റ്. നമ്മുടെ ഇവിടുത്തെ ഓണറാ അവിടുത്തെ ബ്രാഞ്ച് ഹെഡ് ആവാൻ വേണ്ടി പോകുന്നത് കുറച്ച് നാളത്തേക്ക്. എനിക്കറിയത്തില്ല, നമുക്കൊന്ന് ഇന്റർവ്യൂ വെച്ച് നോക്കിയാലോ? ഇവിടത്തെക്കാളും കുറച്ചും കൂടി സാലറി കൂടുതലായിരിക്കും. ആണോ? നമുക്ക് ഇന്റർവ്യൂ കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമോ? കിട്ടും എന്നല്ല ചേച്ചി പറഞ്ഞത്. അത്യാവശ്യം ക്വാളിഫിക്കേഷനുകളുണ്ടെങ്കിൽ അവിടെ കോർപ്പറേറ്റ് ഓഫീസും കൂടി ഉണ്ടല്ലോ, അപ്പം അവിടെ വല്ല ജോലിയും കൂടി കിട്ടുമായിരിക്കും. ഞാൻ എന്തായാലും വെക്കുന്നുണ്ട്, നീയും വെക്കേ. കിട്ടിയാൽ നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കുമല്ലോ. പ്രശ്നങ്ങളൊന്നും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വെക്കാം എന്തായാലും. What the hell? Who told you to appoint a PA for me? ഞാൻ പറഞ്ഞോ നിങ്ങളോട്? ഞങ്ങൾക്ക് അറിയില്ല സാർ. അലൻ സാറാണ് ആ കുട്ടിയെ അപ്പോയിന്റ് ചെയ്തത്. വേറൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സാറാണ് ഇന്റർവ്യൂ എടുത്തതും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈയോടെ കൊടുത്തതും. അലനോ? What the hell? ഇവനെ കൊണ്ട് എന്നെ കൊണ്ട് എന്താ നിനക്ക് വേണ്ടത്? നീ ആരോട് ചോദിച്ചിട്ട് അലൻ എനിക്കൊരു PA അപ്പോയിന്റ് ചെയ്തത്? ഇത്രയും കാലം ഞാനാണ് ഇവിടെ എല്ലാം നോക്കിയത് എന്റെ കാര്യം. എനിക്ക് അതിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല. അവളെ പറഞ്ഞു വിട്ടേക്ക്. അത് പറ്റത്തില്ല ഡാനി. കാരണം നമ്മളിവിടെ വെറും ഒരു മന്ത് മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ഈ ബ്രാഞ്ച് പിന്നെ ആര് നോക്കും? നിനക്ക് ഇപ്പൊ ഒരു PA വെച്ച് കഴിഞ്ഞാൽ അവള് പിന്നെ നോക്കിക്കൂടെ ഈ ബ്രാഞ്ചിന്റെ കാര്യം? നിനക്ക് പിന്നെ ഇടപെടുകയും വേണ്ട. ഒരു മാസം കഴിഞ്ഞ് നിനക്ക് ഇവിടുന്ന് പോണത് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്തെങ്കിലും കാണിക്കേ. അവളോട് പറഞ്ഞേക്ക് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ടാന്ന്.
കർത്താവേ, ഞാൻ ചോദിച്ചതിനേക്കാൾ അധികം എനിക്ക് തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഒരു ബോസ് ഇംഗ്ലീഷുകാരനാണെന്നാ കേട്ടെ. യുഎസിൽ എങ്ങനെയാ പഠിച്ചു വളർന്നേക്കുന്നേ. നിന്നോടൊക്കെ പറഞ്ഞ പണി ചെയ്താൽ മതി, അല്ലാതെ എനിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട. ഇതൊന്നും നിന്റെ തന്തയുടെ വകയുള്ള കമ്പനി ഒന്നല്ല, എന്റെ കമ്പനിയാണ്. ആളോട് മനസ്സിലായോടോ? പാവമായിരിക്കണേ, ഒട്ടും ദേഷ്യപ്പെടാത്ത ആളായിരിക്കണേ. കാത്തോളനെ കർത്താവേ. നിന്നോടൊക്കെയല്ലേ പറഞ്ഞത്? ആ പ്രൊഡക്ഷൻ ഇന്നലെ നടത്തിയിരിക്കണം, മനസ്സിലായല്ലോ? ഒരാളോട് വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. എന്നെ വെറുതെ ദേഷ്യം പിടിക്കാൻ നിൽക്കരുത്. അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടല്ലോ കർത്താവേ. എന്നെ എല്ലാം കൊണ്ടും മിനിച്ചേക്കണേ. നടന്നത് തന്നെ. എന്നാലും കർത്താവിനോടല്ലേ പ്രാർത്ഥിച്ചേക്കുന്നേ, നടക്കുമെന്ന് നോക്കാം. നിന്നോടൊക്കെ ഞാൻ എന്താ പറഞ്ഞത്? കണ്ട് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? നിന്നേക്ക് ഇവിടെ ഇന്റർവ്യൂക്ക് എടുത്ത ആൾക്കാരെ പറഞ്ഞാ മതി. അലൻ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്ക്. എന്താണോ നിക്ക? ഗെറ്റ് ഔട്ട്. എന്റെ പൊന്നെ ഡാനി, നീ ഒന്ന് കാമാവ്. എന്നിട്ട് ദേഷ്യപ്പെടുന്നേ. ഷൗട്ട് ചെയ്യാൻ മാത്രം എന്താ? അവര് ചെയ്തു തരും, നീ സമാധാനപ്പെട്. നിങ്ങൾ എല്ലാവരും വൈകുന്നേരത്തേക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. ചെല്ലേ. ഇങ്ങനത്തെ ഇത്രക്ക് ചൂടാവുന്നത്? നമ്മളൊന്നും വൈകിയതല്ലേ ഉള്ളൂ. അടുത്ത ആഴ്ചത്തെ പ്രൊട്ടക്ഷൻ ഇപ്പൊ തന്നെ ഇങ്ങനെ കെട്ടി ഒഴിക്കുന്നത്. ഇത്രയും ദിവസം എന്ത് സമാധാനം ഉണ്ടായിരുന്നു. ആ ജെയിംസ് സാർ ഉണ്ടായിരുന്നപ്പോ ഇയാള് വന്ന് മനുഷ്യനെ ഉള്ള സമാധാനം പോയി. എന്റെ കർത്താവെ, അങ്ങോട്ട് വീഴ്ചൂടായിരുന്നു ഇയാളെ. ഒന്ന് പോ പീറ്റർ, ദൈവദോഷൊന്നും പറയാതെ. സാർ എന്ത് ഹാൻസമാ. ജെയിംസ് സാറിനെ പോലല്ലോ, നമുക്കെന്നെ നോക്കിയിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ലുക്ക് അല്ലേ. നീ ഒന്ന് പോ. എക്സ്ക്യൂസ് മീ, ഈ സിഇയുടെ ക്യാബിൻ ഏതാ? ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് സൈഡ്. കുട്ടി ആരായിരുന്നു? ഞാൻ സാറിന്റെ PA ആണ്. ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ടാണ് ഡൗട്ട് വന്നപ്പോ ചോദിച്ചത്. സാറിന്റെ പേരോ? എന്നാ ഞാൻ ചെല്ലട്ടെ. താങ്ക് യു. Excuse me, sir. May I come in? Come in. Who are you? സാർ, ഞാൻ അലീന തോമസ്. സാറിന്റെ പുതിയ PA ആണ്. ഇതെന്താ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? ഇനി എന്റെ ഡ്രസ്സിങ് ഒന്ന് ഇഷ്ടമായി കാണൂലേ? അപ്പഴേ അമ്മച്ചി പറഞ്ഞതാ എനിക്കെന്നാണ് ജോലി ഇട്ടിരിക്കുന്നേ. എനിക്ക് സങ്കടം വരുന്നു. Why you are standing here? സാറൊന്നും പറഞ്ഞില്ല എങ്ങോട്ടാ പോകേണ്ടതെന്നും. എനിക്കറിയില്ല. Oh, bullshit. Okay. ഫ്രണ്ടില് ടീച്ചർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, അയാളെ പോയി കണ്ടാൽ മതി. തന്റെ ക്യാബിനൊക്കെ പറഞ്ഞു തരും. പിന്നെ എന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ നിൽക്കരുത്. PA ആണെന്ന് പറഞ്ഞു, കേട്ടല്ലോ? ഡു യു ഹിയർ മീ? സ്പീക്ക് അപ്പ്. വായി തുറന്നു പറ. കേട്ടു സാർ. Then why you are standing here? Just get lost. ഓ, ഇവനൊരു നടക്ക് പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ അമ്മച്ചിയുടെ പ്രാർത്ഥന ഫലിപ്പിച്ചു കൊടുക്കും? എന്നോടൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞേ. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഈ ടീച്ചർ എവിടെ പോയാൽ കണ്ടുപിടിക്കാം. പീറ്റർ, ഇത് കറക്റ്റ് ആണോ നോക്കിയടാ? എത്ര നേരം ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് അറിയാവോ? ഇങ്ങോട്ട് ഞാൻ ചെക്ക് ചെയ്ത് തരാം. ഓ, അപ്പൊ അതായിരിക്കും ടീച്ചർ. എക്സ്ക്യൂസ് മീ. ആ, ഹായ്, ഞാൻ അലീന തോമസ്. നിങ്ങളുടെ സിഇയുടെ പുതിയ PA ആണ്. ഇപ്പൊ സാറ് പറഞ്ഞു ടീച്ചറിനെ വന്ന് കാണാൻ വേണ്ടി. ക്യാബിനൊക്കെ കാണിച്ചു തരാൻ സമയം ഉണ്ടാവോ? ജാനൽ സാറിന്റെ PA ആണോ? ഹായ് മാം, മൈ നെയിം ഇസ് ജെനി. നൈസ് ടു മീറ്റ് യു. അയ്യോ, എന്നെ മാം ഒന്നും വിളിക്കുന്ന ജെനി. കോൾ മീ അലീന ഓർ അല്ലു എന്ന് വിളിച്ചാൽ മതി. മാം ഒന്നും വേണ്ട കേട്ടോ. നിങ്ങളെയൊക്കെ ചോദിക്കുമ്പോ ഞാൻ ആരായിട്ട് വരും. ടീച്ചർ, സമയം ഉണ്ടാവോ? ഓഫ് കോഴ്സ് മാം. വരൂ, ഞാൻ കാണിച്ചു തരാം. സാർ പറഞ്ഞിരുന്നു. എന്നെ മാഡം ഒന്നും വിളിക്കേണ്ട ടീച്ചർ, അല്ലു എന്ന് വിളിച്ചാൽ മതി. അതെനിക്ക് ഇഷ്ടം. കേട്ടല്ലോ ജെനി? ഓക്കെ അല്ലു, അന്ന് ഞാൻ ചെല്ലട്ടെ. ഇത് സാറിനെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള.
ബേബി, നീ എന്താ നാട്ടിൽ വന്ന കാര്യം എന്നോട് പറയാതിരുന്നത്? ഇറ്റ്സ് ക്രൂവയ്യാ. ലൂസി, ഡിഡ് യു ഹാവ് എനി മാനേഴ്സ്? ഒരു ഓഫീസ് റൂമിൽ കയറി വരുമ്പോൾ പെർമിഷൻ ചോദിക്കണം എന്നറിയില്ലേ? ഓ, അപ്പൊ അങ്ങനെയൊക്കെ ആയോ? ഞാൻ എന്തിനാ ബേബിയുടെ ഓഫീസ് റൂമിൽ വരുന്നതിന് പെർമിഷൻ ചോദിക്കുന്നത്? Just shut up. And who is a baby? നിന്റെ മടിയെടുത്തിട്ടാണ് എന്റെ പേരിട്ടത്. Just call my full name. ഡാനിയൽ ജെയിംസ് മാത്യു. അത് നിനക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അല്ലാതെ ബേബി കൂബി എന്നൊന്നും എന്റെ ഓഫീസ് റൂമിൽ വന്ന് വിളിക്കാൻ നിൽക്കരുത്. കൂൾ ഡൗൺ ബേബി. ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല. ആൻഡ് യു ഫർഗോട്ട് സംതിങ്. ഞാൻ നിന്റെ ഫിയാൻസി ആവാൻ പോകുന്നോളാ, അത് മറക്കരുത്. Damn it. അലീന, യെസ് സർ. എന്താ പറ്റി? you are my PA, right? യെസ് സർ. Then why you give permission to this girl to enter my office room without my permission? Just tell Alina. സർ, അതിന് ഈ മാമിനോട് പെർമിഷൻ ചോദിച്ചില്ല. ഞാൻ അക്കൗണ്ട് സെക്ഷനിലായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. Just stop it. പിന്നെ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ എന്റെ PA ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? സോറി സർ, ഞാൻ ഇതിനെ ആവർത്തിക്കില്ല. സോറി. Danny, what happened? പുറത്ത് കേൾക്കാലോ നിന്റെ ഒച്ച. I don't care. പിന്നെ നീ PA നെ കണ്ടില്ല? നീ അപ്പോയിന്റ് ചെയ്തത് എന്ത് ഉത്തരവാദിത്തം ഉണ്ടെന്ന് അറിയാമോ അവൾക്ക്? നീ അവളോട് ദേഷ്യപ്പെടണ്ട ഡാനി. ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. നീ ഒരു PA നെ വെച്ച് നേട്ടു. അപ്പൊ എനിക്കൊന്നും വന്ന് ചെക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഐ ആം യുവർ ഫിയാൻസി നൗ. സോ ഇപ്പൊ ഞാൻ എന്തായാലും പോവാ. സീ യു ബേബി, ബൈ. What the hell? Why you crying? Just get lost, Danny. നീ എന്തിനാ ലൂസിയോടുള്ള ദേഷ്യം ആ കൊച്ചിനോട് തീർക്കാൻ വേണ്ടി പോയത്? നമ്മളെ പോലെ അല്ല, അവർ കുറെ ദിവസം കഴിഞ്ഞ് പോകാൻ വേണ്ടിയുള്ള ജോലിക്ക് വരും. നീ എന്തിനാ അവരോട് പ്രഷർ ചെയ്യാനാണ് പോകുന്നേ? ഐ ഡോണ്ട് കെയർ. അവളെന്റെ PA അല്ലേ, അപ്പൊ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. വേണ്ടാന്നാണ് ഇട്ടേച്ച് പോവാൻ പറ. എന്തൊരു അഹങ്കാരം ഡാനി നിനക്ക്. പ്ലീസ് ഒന്ന് കുറയ്ക്ക്. ഈ ദേഷ്യവും അഹങ്കാരം ഈഗോ ഒന്നും അത്ര നല്ലതല്ല. പറയുന്ന മനസ്സിലാക്ക്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നു. എന്നാലും ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടുത്തെ ദേഷ്യപ്പെടാൻ മാത്രം ആ മാഡല്ലേ കയറി പോന്നെ. അല്ലു, നിന്റെ നമ്പർ ഒന്ന് പറ. എന്തോറ്റി? അല്ലു, നീ കരയാണോ? ഇല്ല, നീ വന്ന കാര്യം പറ ജെനി. എന്താ? അതൊക്കെ പിന്നെ പറയാം. നീ എഴുന്നേച്ചേ, കണ്ണൊക്കെ ഒന്ന് തുടച്ചേ, എന്നിട്ട് പറ, കാര്യം പറ, എന്ത് പറ്റി? അത് ഞാൻ എന്താ സാറിനെ വിളിപ്പിച്ചായിരുന്നു. അയ്യേ, ഈ ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ കരയുന്നത്? എന്നാ പിന്നെ നീ ഇവിടെ വർക്ക് ചെയ്യുന്ന കാലത്തോളം നീ ഇങ്ങനെ കിടന്ന് കരയേണ്ടി വരത്തുള്ളൂ. നിനക്ക് അങ്ങനെ സ്വഭാവം അറിയാൻ വേണ്ടിട്ടാ. അതൊക്കെ വിട്ടേ. അങ്ങനെ അന്നത്തെ ദേഷ്യത്തെ വല്ലതും പറഞ്ഞതായിരിക്കും. നീ വാ. എന്നാലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ ആയില്ലേ? സാറിന് പേ ആവാൻ മാത്രം ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്കില്ല ജെന്നി. ഞാൻ റിസൈൻ ചെയ്യട്ടെ. എനിക്ക് പറ്റില്ല. ഞാൻ എന്റെ പഴയ ജോലി പോയിക്കോളാം. കുറച്ച് പൈസയുടെ ആവശ്യം വന്നോണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. എന്നെ പോലുള്ള ഒരാൾക്ക് ഇത് ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യ. ഞാൻ റിസൈൻ ചെയ്ത് പോട്ടെ. കൊണ്ട് പറ്റില്ല ജെന്നി. പോട്ടെ, നീ വിഷമിക്കണ്ട. എന്താ ഇവിടെ? ഒന്നുമില്ല സാർ, അത് ഇവൾക്ക് ചെറിയൊരു കുഴപ്പമില്ല. ജെനി ടീച്ചറെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ചെല്ലേ, എനിക്ക് അലീനയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സാറിന് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ അല്ലു എന്ന് വിളിക്കാലോ അല്ലേ? ചെന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അവൻ ഇന്ന് ചെയ്തത് വളരെ മോശമായിരുന്നു. സോറി കേട്ടോ. അവന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുക. സോറി ഒന്നും പറയണ്ട സാർ. ഇറ്റ്സ് ഓക്കെ. ഞാൻ ആദ്യമായിട്ട് കുറച്ച് വിഷമം അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അവനിക്ക് പെട്ടെന്ന് ദേഷ്യം വരോടോ. ദേഷ്യം വന്നാൽ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ധാരണൊന്നും നോക്കിയില്ല. താനെ അതിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്തൊന്നും പോകണ്ടോ. അവൻ എന്തായാലും കൂടിപ്പോലെ 1 മാസം അതുവരെ ഇവിടെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അവൻ എന്തായാലും തിരിച്ച് അമേരിക്കയിലേക്ക് പോകും. പിന്നെ ഇവിടെ നോക്കുന്നത് ജെയിംസ് സാർ ആയിരിക്കും. പിന്നെ തന്നെ ജോലി എന്ന് പറയുന്നത് ജെയിംസ് സാറിന്റെ അസിസ്റ്റന്റ് ഒന്ന് അസിസ്റ്റ് ചെയ്താൽ മാത്രം മതി. തന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി കണക്കെടുത്തോണ്ടാണ് ഞാൻ തനിക്കിവിടെ ജോലി ചെയ്യുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കും.
എക്സ്ക്യൂസ് മീ സർ, കോഫി. Just kept there. ഇങ്ങനെ ഒന്ന് ദേഷ്യക്കാരനാണ് ഭർത്താവേ. ഒന്ന് ചിരിച്ചാൽ എന്താ? ചിരിച്ചാൽ എന്താ ഭംഗിയായിരിക്കും കാണാൻ. What? ഒന്നുമില്ല. Then get lost. ഈ ഒരു സൈഡ് വളരെ ബ്ലാങ്ക് ആയി കിടക്കുന്നു. ഇവിടെയും കൂടി എഞ്ചിനീയർ വർക്ക് ചെയ്യാനായിട്ട് എഞ്ചിനീയേഴ്സിനോട് പറയണം. കേട്ടല്ലോ? അലിന നോട്ട് ചെയ്തില്ലേ? യെസ് സർ. ഈ സാറിന് പയ്യെ പോലെ എന്താ ഓടുവാണോ? എനിക്ക് എത്തണ്ടേ? അലീന താൻ അവിടെ എന്ത് ചെയ്യുവാ? ഇന്ന് വന്നേ. സാർ ഒന്ന് പയ്യെ നടക്കാവോ? എത്തുന്നില്ല. ഇതെന്താ ശരിയാവാത്തേ? എന്താ പ്രശ്നം? കൊറേ നേരം ആയല്ലോ. ഈ ഡിസൈൻ കുറെ നേരമായിട്ട് ശരിയാവുന്നില്ല. നോക്കട്ടെ. ഈ സൈഡിൽ എവിടെയാ നോർമാലിറ്റീസ് കാണിക്കുന്നേ? ഈ റൈറ്റ് സൈഡിലാണ് സർ. എത്ര വെച്ചിട്ടും ഡിസൈൻ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ കോളർ ഇല്ല, ഈ കോർണർ ഇപ്പോ 95 ഡിഗ്രിയിലായിരിക്കുന്നേ. അത് 90 ആക്കിയാൽ മതി. അത് 95 19 ആക്കിയാൽ ട്വിസ്റ്റ് ആവില്ലേ? അത് സാരില്ല. അതിന്റെ സ്ട്രക്ചർ മാറ്റി കഴിഞ്ഞാൽ അത് എഞ്ചിനീയേഴ്സിന് അറിയാം. യു ജസ്റ്റ് ഡിസൈൻ ഇറ്റ്. എനി ഡൗട്ട്? നോ സർ. ഹലോ, ആരാണ്? ഹലോ, അലീന മാഡം അല്ലേ? ഞാൻ ആൻഡ്രിയയുടെ പ്രിൻസിപ്പളാണ്. ആ ഹലോ, എന്താ മാം വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല അലീന. ഈ അടുത്ത് ആൻഡ്രിയ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളേജിൽ തന്നെ ടോപ്പ് മോസ്റ്റ് 5 ലിസ്റ്റിൽ അവൾ എത്തിയിട്ടുണ്ട്. ഒരു സ്കോളർഷിപ്പ് എക്സാം ആയിരുന്നു. അബ്രോഡ് പോയി പഠിക്കാനുള്ള വേക്കൻസി ഒക്കെ ഉണ്ട്. അവളതിൽ പാസ്സായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. സത്യമാണോ മാം? എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പ്രശ്നം? അലീന, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനത് ആൻഡ്രിയോട് ഓൾറെഡി പറഞ്ഞതായിരുന്നു. അവൾ എന്താ വീട്ടിൽ പറയാത്തതെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ്രിയുടെ ലൈഫ് ഫുള്ള് സെറ്റിലാവും. പക്ഷെ ഒരു പ്രശ്നം അതല്ല. സ്കോളർഷിപ്പിൻ്റെ, അതായത് ഓൾ എമൗണ്ടിൻ്റെ ഹാഫ് മാത്രമേ സ്കോളർഷിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. റെസ്റ്റ് ഹാഫ് എമൗണ്ട് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് പേ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ്രിയക്ക് അതിനുള്ള ഗട്ട്സ് ഉണ്ട്. അബ്രോഡ് പോയി പഠിക്കുന്നത് അത്ര നിസ്സാരമല്ല എന്നറിയാം. പക്ഷേ ലൈഫും കൂടി സെറ്റിലാവും. എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഒരു 2 വീക്സിനുള്ളിൽ ഫൈനൽ റിപ്പോർട്ട് എനിക്ക് കൊടുത്തേ പറ്റൂ. അലീന എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലായി മാം. ഞാൻ പറയാം. ഞാൻ അവളോട് കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഉറപ്പായിട്ടും എസ് അല്ലെങ്കിൽ നോ പറയാം. ശരി, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. അനു, നിനക്കെന്താ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു അബ്രോഡ് പോകാനുള്ള? അതെന്താ നീ എന്നോട് പറയാതിരുന്നേ? ചേച്ചിയോട് ആരാ പറഞ്ഞേ? അതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയതാ. കിട്ടിയപ്പോ പിന്നെ എനിക്ക് അബ്രോഡ് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ചേച്ചി അത് വിട്ടേക്ക്. കള്ളം പറയണ്ടാനു. നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്കാണെന്നാ പ്രിൻസിപ്പള് പറഞ്ഞത്. നീ സത്യം പറ, എത്ര എമൗണ്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ അയക്കേണ്ടത്? ചേച്ചി അത് വിട്ടേര്. എനിക്ക് പോകണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പൈസ ഒരുപാടാവും. നീ അത് എത്ര ആവുമെന്ന് പറയാനോ? 5 ലക്ഷം. ഇതാ ഞാൻ പറയാതിരുന്നത്. വെറുതെ എന്തിനാ ചേച്ചിനെ കൂടി വിഷമിപ്പിക്കുന്നേ? അതുകൊണ്ടാ. നമ്മൾ ഈ 30,000 തന്നെ ഉണ്ടാക്കി ഇന്നൊരു കഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയാ ചേച്ചിനെ കൊണ്ട് 5 ലക്ഷം? അത് പറ്റൂല. അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് വെച്ചത്.
ആ ഹലോ തെരേസ ആന്റി, എന്താ? മോനെ അല, അമ്മച്ചിക്ക് വയ്യാതായടാ. നീ ഒന്ന് വേഗം വന്ന് തറവാട്ടിലോട്ട്. ഞാൻ വരുന്നു. ഡാനി, അപ്പച്ചിക്ക് വയ്യാന്ന്. നമുക്ക് അങ്ങോട്ട് ചെല്ലാവാ. തെരേസ ആന്റി, എന്താ പറ്റിയത്? വീട്ടിൽ പറഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞു. എനിക്ക് അറിയത്തില്ല അല, പെട്ടെന്ന് അമ്മച്ചി തല കറങ്ങി വീഴായിരുന്നു. എന്നതാ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഇസാനെ വിളിച്ചു, അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നേരിട്ട്. പാരാമാറ്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലേ? പേഷ്യന്റ് ഇപ്പോ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്. പക്ഷെ ഇനി തൊട്ട് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും പേഷ്യന്റിനോട് പറയരുത്. ഭയങ്കര റിലാക്സ് ആയിരിക്കണം. സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യിപ്പിക്കരുത്. മനസ്സ് ഭയങ്കര ശാന്തവുമായിരിക്കണം. മനസ്സിലായോ? ഓക്കെ ഡോക്ടർ. പിന്നെ ഡാനിയൽ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കണ്ടോളൂ. പേഷ്യന്റ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എന്തോ സംസാരിക്കാനുണ്ട്. പിന്നെ അധികം സംസാരിപ്പിക്കേണ്ട, കേട്ടല്ലോ? താരക്കുഞ്ഞെ, ആ, നീ വന്നോ? എന്നാ പറ്റി? അപ്പൊ ഇനി ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എന്താ അതിനു മാത്രം ഈ മനസ്സിൽ കിടന്ന് ഓടുന്നേ? എന്നോട് പറയാൻ പറ്റൂ? നിന്നോട് എനിക്ക് പറയാൻ പറ്റും. നീ എനിക്കൊരു വാക്ക് തരണം മോനെ. ഞാൻ ഈ ലോകം വിട്ടു പോണേ മുമ്പ് എത്രയും പെട്ടെന്ന് എനിക്ക് നിന്റെ ചൊരയിൽ പറഞ്ഞൊരു കൊച്ചിനെ കാണണം. അമ്മച്ചി എന്നതാ പറയുന്നേ? പറ്റില്ല. നീ എനിക്ക് വാക്ക് തന്നതാണ് ഡാനി. എനിക്ക് നിന്റെ ചൊരയിൽ പിറന്ന കൊച്ചിനെ കാണണം, എത്രയും പെട്ടെന്ന്. നിങ്ങളത് പുറത്തു പോയ പേഷ്യന്റിന് സ്ട്രെസ് കൊടുക്കല്ലേ? അമ്മച്ചിക്ക് ഞാൻ വാക്ക് തരുന്നു, എന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ അമ്മച്ചി അടുത്ത് തന്നെ കാണും. ഇത് ഈ ഡാനിയൽ ജെയിംസ് മാത്യു തരുന്ന വാക്കാണ്. അപ്പൊ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ കല്യാണം കഴിക്കണമെന്നുണ്ടോ? പിന്നെ എങ്ങനെ? സറോഗ്രസി. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് യോഗ്യതയുള്ള, സൗന്ദര്യമുള്ള, ചൂണ്ടിക്കാണിക്കാൻ ഒരു പിഴവ് പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം, എത്രയും വേഗം. ദിസ് ഇസ് ടു മച്ച് ഡാനി. ഐ ഡോണ്ട് കെയർ. ഡോക്ടറിന്റെ അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു മേജർ സർജറി ആവശ്യമുണ്ട്. പേഷ്യന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് കുട്ടി ഒരു 15 ലക്ഷം രൂപ കെട്ടിവെക്കേ. അതിനുശേഷം നമുക്ക് വേഗം ഓപ്പറേഷൻ നടത്താം. 15 ലക്ഷം? ഡോക്ടർ ഞാൻ അടയ്ക്കാം. ഓപ്പറേഷൻ നടത്ത് പ്ലീസ്. നോക്കൂ കുട്ടി, ഇത് ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ഒരു ഓപ്പറേഷനാണ്. അത് ഞാൻ കുട്ടിയുടെ അവസ്ഥ എല്ലാം മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടാണ് 15 ലക്ഷത്തിലോട്ട് മാറ്റിയത്. ഇനിയും കുട്ടി അടക്കാതെ എനിക്ക് ഓപ്പറേഷൻ ഇവരെ എനിക്ക് പറയാൻ പറ്റില്ല. പ്ലീസ് എന്നെ സങ്കടത്തിലാക്കരുത്, എത്രയും പെട്ടെന്ന്. ചേച്ചി, ഇത്രയും തുക നമ്മൾ എങ്ങനെ അടയ്ക്കും? എനിക്കറിയില്ല മോളെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കർത്താവേ. എന്തിനാ എപ്പോഴും എന്നെ പരീക്ഷിക്കുന്നേ? ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും പൈസ ഒപ്പിക്കുന്നേ? ഒരു വഴി കാണിച്ച് താ കർത്താവേ. നിന്റെ അമ്മയുടെ ഓപ്പറേഷനോടുള്ള പണവും നിന്റെ അനിയത്തിയുടെ അബ്രോഡ് പഠിക്കാൻ പോകുന്ന പണവും ഞാൻ നൽകും. പകരം നീ എനിക്ക് എന്റെ ചൊരയിൽ പിറന്നൊരു കൊച്ചിനെ തരണം. എന്താ ഈ ഉടമ്പടിക്ക് സമ്മതമാണോ മിസ് അലീന തോമസിന്? നീ ശരിക്കും ആലോചിച്ച് പറഞ്ഞാൽ മതി. സമയം നിലപക്കൽ ഒരുപാടില്ല. എനിക്ക് സമ്മതമാണ്. ഗുഡ്. അപ്പൊ ഈ സറോഗ്രസി നമുക്കിടയിൽ മാത്രമുള്ള സീക്രറ്റ് ആണ്, മനസ്സിലായോ? നാളെ തുടങ്ങി നീ എന്റെ വൈഫായിരിക്കും. ജസ്റ്റ് ഒരു കോൺട്രാക്ട് വൈഫ്. സമൂഹത്തിന് മുമ്പിൽ നമ്മൾ നല്ലൊരു കപ്പിൾസ്, ബട്ട് ഇൻ മൈ ലൈഫ് യു ആർ എ സെർവന്റ്.
സോ ഫേസ് 1 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫേസ് 2 വേണ്ടി കാത്തിരിക്കുക. നെക്സ്റ്റ് വീക്ക് മിക്കവാറും ഉണ്ടാകും. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.